ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നമ്മുടെ പ്ലംബിംഗ് വർക്ക് ചെയ്തതിൽ പ്രഷർ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ പ്രഷർ ടെസ്റ്റ് ചെയ്യുന്ന പമ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എല്ലാ ഭാഗത്തും ആദ്യം നെറ്റ് പ്ലഗ് ത്രെഡ് സീൽ ഇട്ടതിന് ശേഷം ക്ലിയർ ആയിട്ട് അടച്ചിടുക. ഇപ്പോൾ നമുക്ക് എവിടെയൊക്കെ പോയിന്റുകൾ വരുന്നുണ്ടോ ആ സൈഡിലെല്ലാം കൃത്യമായിട്ട് ഇതുപോലെ അടച്ച്, പിന്നെ ഒരു സീലിങ്ങിലാണ് വരുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് അടച്ചിടുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഇവിടെ ഫ്ലഷ് ടാങ്ക് ഓപ്പൺ ആയതുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്കുള്ള ആദ്യം നമ്മൾ ഈ ആംഗിൾ കോക്ക്, നമ്മളിവിടെ ഷവർ കോക്ക് ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ഇതിനെ ആദ്യം ഓപ്പൺ ചെയ്തിടണം ഫുള്ളായിട്ട്. എന്നാലാണ് ഇവിടെ ഈ സൈഡിൽ നിന്ന് വല്ല ലീക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. അതിനുശേഷം നമ്മളിത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് നോക്കിയാൽ ഉള്ളിലൊരു വാൽവ് കാണാം. ഈ വാൽവിനെ ആദ്യം ഫുള്ളായിട്ട് അടച്ചിടണം. ഇത് ഓപ്പൺ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഈ വാൽവിനെ നമ്മൾ ഫുള്ളായിട്ട് അടച്ചിടുക. ഇതിനെ അടച്ചിട്ടതിന് ശേഷം അപ്പോൾ ഈ ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡൈവേറ്ററിന്റെ ഭാഗമാണ്. ഡൈവേറ്റർ വരുമ്പോൾ ഡൈവേറ്ററിന്റെ നോബിനെ മുകളിലേക്ക് ഓപ്പൺ ചെയ്ത് വെക്കണം, അത് മറക്കരുത്. ഇതിന് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിനെ പ്രഷർ കൊടുക്കാൻ. അതിനുശേഷം കുറച്ച് പ്രഷർ ആയി കഴിഞ്ഞാൽ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്ത് വീണ്ടും പ്രഷർ ബിൽഡ് ചെയ്യേണ്ടി വരും. നമുക്കത് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതില് നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ ഇതിന് മുന്നേ തന്നെ നിറച്ചു വെച്ചിരുന്നു. എന്നിട്ട് പ്രസ് ചെയ്യും മുന്നേ തന്നെ ഇതിന്റെ അടിയിൽ ഒരു വാൽവ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് പ്രസ് ചെയ്ത് വെള്ളം കൃത്യമായിട്ട് പമ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം അതിനെ ആദ്യം ക്ലോസ് ചെയ്യണം. പിന്നെ നമ്മുടെ പൈപ്പിന്റെ ലെങ്ത് അനുസരിച്ച് നമ്മൾ പമ്പ് ചെയ്യുന്നത് കുറച്ച് കൂടുതലായിട്ട് പമ്പ് ചെയ്യേണ്ടി വരും. കുറച്ചധികം പമ്പ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. പൈപ്പിന് ഇവിടെ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സൂചി കേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സൂചി കേറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒന്ന് പ്രഷർ ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കേറും. കരട്ടെ 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 ഞാൻ പറയാം ഒരു പൊടി അങ്ങനെ മതി 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 മതി.
ഇപ്പോൾ നമ്മൾ 150 PSI സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 10 ബാറിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മൊത്തത്തിൽ ലീക്കോ കാര്യങ്ങളോ ഓട്ടികളിൽ നിന്ന് ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അതിനുശേഷം നമ്മളെ ഇപ്പോൾ ഡൈവേർട്ടറിൽ ഇപ്പോൾ സ്പൗട്ടിലേക്ക് ആയിരിക്കും കണക്ഷൻ കിടക്കുന്നുണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഷവറിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ കുറയും. കാണിച്ചു തരാം. ഇപ്പോൾ വീണ്ടും നമ്മുടെ പ്രഷർ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം അടുത്തതായിട്ട് നമ്മൾ പ്രഷർ കൊടുക്കാൻ. എന്നാൽ മാത്രമേ ഇതിൽ പ്രഷർ ഈ ഷവറിന്റെ ഇതും കൂടി ഇതിലേക്ക് പ്രസ്സായി നിൽക്കുള്ളൂ. കേട്ടെ ആ മതി മതി മതി. ഓക്കെ, ഇപ്പൊ കറക്റ്റ് 150 PSI നിൽക്കുന്നത്. ഇനി നമുക്ക് ഇപ്പൊ നോക്കി കാണാം, നമ്മുടെ ഷവറിന്റെ നോബ് പ്രസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ മാത്രമാണ് മുകളിലേക്ക് കൂടെ ഈ എയർ പാസിങ് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അതായത് മുകളിൽ പൈപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് അത് അറിയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ബാത്റൂമിൽ ഫുള്ളായിട്ട് എയർ ഫില്ലായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു 6 മണിക്കൂർ നേരമെങ്കിലും നമുക്കിത് ഇതുപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് വെക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോ ഹീറ്ററിന്റെ ലൈൻ ഇതിന്റെ ഉള്ളിൽ ഹീറ്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹീറ്റർ ലൈൻ പുറത്തേക്കാണ് അടിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പുറത്ത് ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഈ വീഡിയോയിൽ കാണുന്നില്ല. ഇത് ഈ പൈപ്പ് ലൈൻസ് രണ്ടെണ്ണം നമ്മൾ പുറത്തേക്ക് അടിച്ചിട്ട് പുറത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ഇതിന്റെ ഹോട്ടിലും വാട്ടർ ലൈനിലും ഒരേപോലെ പ്രഷർ വന്ന് നിൽക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടില് ഇത് വന്ന് നിൽക്കില്ല. പിന്നെ ഈ ഒരു ഇത് നമ്മളിതിങ്ങനെ തേക്കാറില്ലായിരുന്നു. ഇതിപ്പോ നമ്മളിവിടെ തേപ്പ് വർക്ക് വന്നപ്പോ ആ സമയത്ത് അവര് ജസ്റ്റ് ഇതൊന്ന് തേച്ച് പോയിട്ടുള്ളൂ. നമ്മള് നനവോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് പ്രശ്നമൊന്നും വരാറില്ല. അതുകൊണ്ട് നമ്മള് പ്രഷർ ടെസ്റ്റ് ചെയ്തിട്ട് തേച്ച് ചെയ്താണ് ചെയ്യാറ്. നമ്മളതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊന്നും അവര് തേക്കുന്നുണ്ട് എന്ന് നമ്മളെ വിളിച്ചു പറഞ്ഞപ്പോ നമ്മളതൊന്നും ചെയ്യേണ്ട, അതിന്റെ ആവശ്യമില്ല, നമ്മൾ തന്നെ ചെയ്തോണ്ട് എന്ന് പറഞ്ഞിട്ട് നിർത്തിയേക്കാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രഷർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ പ്രഷർ ടെസ്റ്റ് ചെയ്തു, നാളെ ഒരു പ്രശ്നവും ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം വന്നിട്ട് ഇവിടെ തിരിച്ചു ഊരരുത്. ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണിക്കാൻ വിട്ടുപോയി. നമ്മൾ അതിന് മുന്നേ സെറ്റ് ചെയ്ത് വെച്ചു. അടുത്ത ദിവസം ഇത് ഊരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിന്റെ അടിയിലുള്ള ഈ വാൽവ് തുറന്ന് ഇതിലത്തെ പ്രഷർ മുഴുവൻ പോയി എന്ന് കണ്ടതിന് ശേഷം മാത്രം ഇത് ഊരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നല്ല രീതിക്കുള്ള പ്രഷർ വരും. നമുക്ക് ചെറിയ രീതിക്കെങ്കിലും എന്തെങ്കിലും അപകടം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് എയറും കൂടി റിലീസ് ചെയ്തതിന് ശേഷം നമ്മുടെ പമ്പ് ഊരിയെടുക്കുക. നമ്മളിപ്പോ സെറ്റ് ചെയ്തിട്ടിട്ട് ഒരു 15 മിനിറ്റ് ആയിരുന്നു. അപ്പോ വന്ന് നോക്കിയപ്പോ നമ്മുടെ മീറ്ററിൽ സൂചി ചെറുതായിട്ടൊന്ന് താഴത്തേക്ക് നിൽക്കുന്നുണ്ട്. ഇപ്പൊ 150 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു 140 ഒക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി എവിടെയെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാവാതെ ഇങ്ങനെ വരില്ല. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഇപ്പൊ ഇത് ഷവറിലാണ്. ഷവറിൽ നിന്ന് ഓരോ ഡോട്ടായിട്ട് വെള്ളം വരുന്നുണ്ട്. ഇത് നോക്കി കാണുന്നുണ്ടോന്ന് അറിയില്ല. ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് ചെറുതായിട്ട് വെള്ളം ലീക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് കാരണം കൊണ്ടാണ് അതിൽ പ്രഷർ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഇതിന്റെ പ്രഷർ മുഴുവൻ റിലീസ് ചെയ്തതിന് ശേഷം ഈ OT പ്ലഗ് ഒന്ന് മാറ്റണം. വേറൊരു OT പ്ലഗ് ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യണം. നമുക്കത് ഇനിയിപ്പോ എയർ കളയുന്നത് എങ്ങനെയാണെന്നൊന്നും കൂടി നമുക്ക് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ വേണം ചെയ്യാൻ. ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ അടിയിലത്തെ ഈ വാൽവ് ഓപ്പൺ ചെയ്യാം. കുറച്ച് ടൈറ്റ് ആണ്.
നമ്മൾ വീണ്ടും അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നേരമായി നമ്മൾ അടിച്ചിട്ട്. നമ്മുടെ പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മുടെ യൂട്ടിയിലായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പം നമ്മളത് മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേറെ വിഷയമൊന്നുമില്ല, ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം എല്ലാം. ഇനി നമുക്ക് നാളെ രാവിലെ വന്നിട്ട് ഒന്നുകൂടെ നോക്കണം എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്നുള്ളത്.